ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. അനുഗ്രഹം പ്രാപിക്കാൻ ഒത്തിരി മുഖാന്തരങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു മുഖാന്തരമാണ് പ്രാർത്ഥന. ദൈവ വചനമനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, നമ്മുടെ മേൽ ആധിപത്യമെടുത്തിരിക്കുന്ന, നമ്മുടെ മേൽ ഭരണം നടത്തുന്ന എല്ലാ തിന്മയെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ദൈവവചനമനുസരിച്ച് പിശാചിൻ്റെ മേൽ ജയം പ്രാപിക്കുക. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനെ എതിർത്തു നിൽപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ പിശാചിനെ ജയിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മുടെ മേൽ പിശാചിന് ആധിപത്യമുണ്ടാകാൻ കാരണം പാപമാണ്, വെറുപ്പാണ് എങ്കിൽ നാം കഴിഞ്ഞ നാൾ ചെയ്തു പോയ പാപത്തിലൂടെ, വെറുപ്പിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളെയും നമുക്ക് തന്നെ പുറത്താക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അതിനുള്ള ദൈവത്തിൻ്റെ വചനമാണ് നാം തിരിച്ചറിയേണ്ടത്. ഒരു വ്യക്തിയുടെ മേൽ അറിഞ്ഞോ അറിയാതെയോ തിന്മയ്ക്ക് പിശാചിന് ആധിപത്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ, ആ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിശാചിനെ പുറത്താക്കാൻ യേശു നമുക്ക് നൽകുന്ന ഒരു മുഖാന്തരമാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചി ശക്തികളെയും പ്രാർത്ഥനയിലൂടെ നമുക്ക് ജയിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ നാം പിശാചിനെ ജയിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃക ഉപവാസമാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വാക്യം പരിശോധിക്കുമ്പോൾ, അനന്തരം പിശാചിനെ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ എന്താണ് യേശു ചെയ്തത്? പിശാചിനെ ജയിക്കാനായിട്ട് യേശു ചെയ്തത്, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച്, അവൻ രാവും പകലും 40 രാവും പകലും അവൻ ഉപവസിച്ചു. അപ്പോൾ പിശാചിനെ ജയിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ് ഉപവാസത്താലുള്ള പ്രാർത്ഥന. നാം ചുമ്മാ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തിയുണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക്. നമ്മുടെ പ്രാർത്ഥന ഉപവസിച്ചാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. സാധാരണ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് നടന്നു പോകും, എന്നാൽ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോകും. എന്നാൽ ഉപവസിച്ചുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് പറന്നു പോകും. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്, വലിയ ശക്തിയുണ്ട്. സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേൽ ആധിപത്യമെടുത്തിരിക്കുന്ന, നമുക്കെതിരായി പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയെ, പിശാചിൻ്റെ ആധിപത്യങ്ങളെ ജയിക്കാൻ അല്ലെങ്കിൽ തകർക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മാർഗമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിനെ ജയിക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും പൈശാചികമായ പോരാട്ടങ്ങൾ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഏതെങ്കിലും രീതിയിൽ തകർച്ചകളോ വേദനകളോ രോഗങ്ങളോ കഷ്ടതകളോ നമ്മളെ വേട്ടയാടുമ്പോൾ അത് പിശാചിൻ്റെ ആധിപത്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ വിഷയം വെച്ചുകൊണ്ട്, ആ മേഖലയിൽ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, പിശാചിനെ ജയിക്കാനായിട്ട് നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട്
അല്ലെങ്കിൽ ഹൃദയത്തിൽ വസിക്കുന്ന വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനമേൽ ജയമുണ്ട്. നമുക്കെതിരായി മത്സരിക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളെ, പിശാചിൻ്റെ ആധിപത്യങ്ങളെ, എല്ലാ കർത്തൃത്വങ്ങളെ ജയിക്കാനായിട്ട് നാം ചെയ്യേണ്ടത് ദൈവവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവവചനം ഏറ്റുപറയുമ്പോൾ പിശാച് വിറയ്ക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ചില വ്യക്തികളുടെ ചെവിയിൽ കർത്താവിൻ്റെ വചനം ഏറ്റുപറയുമ്പോൾ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചിട്ട് പറയും, എനിക്ക് കേൾക്കണ്ട കേൾക്കണ്ട എന്ന് പറഞ്ഞ് അലറി നിലവിളിക്കും. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ വചനത്തെ ഭയപ്പെടുന്നവനാണ് പിശാച്. അങ്ങനെയാണെങ്കിൽ വചനം ഏറ്റുപറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ കാലത്ത് യേശു ചെയ്ത പ്രവൃത്തി എന്താണ്? മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പരിശോധിക്കുമ്പോൾ, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ വാക്കുകൊണ്ട്, അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ അവൻ ഭൂതങ്ങളെ പുറത്താക്കി രോഗികൾക്ക് സൗഖ്യം നൽകി. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം, ദൈവവചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. പിശാചിനെ ജയിക്കുന്ന, പിശാചിനെ പരാജയപ്പെടുന്ന, പിശാചിനെ നിർവീര്യമാക്കുന്ന, പിശാചിനെ ബഹിഷ്കരിക്കുന്ന ശക്തിയാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവവചനവുമായിട്ട് ദൈവവചനം ഏറ്റുപറയുമ്പോൾ സാത്താൻ വിട്ടുമാറിപ്പോകും. കർത്താവായ യേശു ക്രിസ്തു ദൈവവചനം ഏറ്റുപറഞ്ഞാണ് പിശാചിനെ ശാസിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ, യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അവൻ്റെ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. യേശു പിശാചിനെ പുറത്താക്കിയത്, ശാസിച്ചത് വചനം ഏറ്റുപറഞ്ഞ്. അവിടെ എന്ത് വചനമാണ് ഏറ്റുപറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എഴുതപ്പെട്ട ഒരു വചനം യേശു ഏറ്റുപറയുകയാണ്. എഴുതപ്പെട്ട വചനം ഏറ്റുപറഞ്ഞപ്പോൾ തന്നെ പിശാച് അവനെ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഈ വചനം അതരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ, വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൽ, അവിടെ പിശാച് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകും. അപ്പോൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനെ ജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ, യേശുവിൻ്റെ നാമം ഏറ്റുപറഞ്ഞാൽ പിശാച് ഭയപ്പെട്ട് വിട്ടുമാറിപ്പോകും. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് യേശുവിൻ്റെ നാമം. അതിനുദാഹരണം കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ലൂക്കോസും പൗലോസും എല്ലാം കൂടി ദിവസം പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 16 മുതൽ വാക്യങ്ങളിൽ പരിശുദ്ധനായ ലൂക്കോസ് ശ്ലീഹ എഴുതിയിട്ടുണ്ട്. ആ വചനം ഇതാണ്: ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തുകാരിയായ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങൾ എതിരേറ്റു. അവൾ പൗലൂസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അതായത് പൗലോസും ശിഷ്യന്മാരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു ബാല്യക്കാരത്തി, അവളെക്കുറിച്ച് അവൾ പ്രവാചികയാണ്. അവൾ പിശാചിനെ കൊണ്ട് പ്രവചനം നടന്ന, അതായത് വെളിച്ചപ്പാടത്തിക്കാരിയായ, ഭാവി പറഞ്ഞ് മറ്റുള്ളവർക്ക് യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന, വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബാല്യക്കാരി, ഒരു പെൺകുട്ടി. അവളിൽ ലക്ഷണം പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രവചിച്ചുകൊണ്ടിരുന്നത് ഏത് ആത്മാവാണെന്ന കഥാന വചനം പറയുന്നത് അവളിലുള്ള ഭൂതമാണ്, പിശാചാണ്. ഇത് പലനാൾ ആവർത്തിച്ച് ഒരു ദിവസം പൗലോസ് ശ്ലീഹ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അവളിലുള്ള ദുർബോധത്തോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അവൾ വിട്ടുപോവുക എന്ന് കൽപ്പിച്ചപ്പോൾ ആ നിമിഷം അവളിൽ നിന്ന് ഭൂതം വിട്ടുപോയി. പിന്നെ അവൾക്ക് ഭാവി പ്രവചിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മേൽ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെ ആധിപത്യം എടുത്തിരിക്കുന്ന തിന്മയെ ബഹിഷ്കരിക്കുവാൻ, ശാസിക്കുവാൻ, ആ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ് യേശുവിൻ്റെ നാമം.
യേശുവിൻ്റെ നാമം പറയുമ്പോൾ പിശാച് വിട്ടുമാറിപ്പോകും. കാരണം എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ മടങ്ങും. അതുകൊണ്ട് പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു നാമമാണ് യേശു എന്ന നാമം. യേശുവിൻ്റെ നാമത്തിൽ നാം പറയുമ്പോൾ, കൽപ്പിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ പിശാച് വിട്ടുപോയി. ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 വാക്യങ്ങളിൽ യേശു സുവിശേഷ വേലയ്ക്ക് അയച്ച ശിഷ്യന്മാർ തിരികെ വന്നപ്പോൾ അവർ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നു ഞാൻ കണ്ടു. എപ്പോഴാണ് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, സാത്താൻ ഇടിമിന്നൽ പോലെ നിലംപതിക്കും ഞാൻ കണ്ടു. എപ്പോഴാണ്? യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ. വീണ്ടും അവിടെ വചനം പറയുകയാണ്, 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തിയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. നമുക്കിതിനെ മത്സരിക്കുന്ന, നമ്മോട് പോരാടുന്ന, നമ്മളെ എതിർക്കുന്ന, നമ്മളെ അടിമപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ ബഹിഷ്കരിക്കുവാൻ, ശാസിക്കുവാൻ, ആ പിശാചിൻ്റെ ആധിപത്യം നമ്മൾ രക്ഷപ്രാപിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ് യേശുവിൻ്റെ നാമം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, നാം വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം പറയുന്നു, നാം വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ പിശാച് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകുന്നു. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ ഒരു ഭൂതഗ്രസ്തനായ ഒരു ബാലനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു പിതാവ് കൊണ്ടുവന്നു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. അപ്പോൾ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിട്ട് യേശു അതിനെ ശാസിച്ചു. മത്തായി സുവിശേഷം 17-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസമത്രേ. അപ്പോൾ യേശു ഭൂതങ്ങളെ പുറത്താക്കി, എന്നാൽ ശിഷ്യന്മാർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യേശു പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഇല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ അല്പവിശ്വാസമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. അപ്പോൾ നാം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ, വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പിശാച് വിട്ടുമാറിപ്പോകും. പിശാച് യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങും. വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. യേശു പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് യേശുവിൻ്റെ നാമം അത്ഭുതമായി തീരുന്നത്. നാം വിശ്വസിക്കുമ്പോൾ, ഞാൻ ഇത് പറയുമ്പോൾ ഇത് സംഭവിക്കും എന്ന്, സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. യേശു പറഞ്ഞു, മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥിപ്പിൻ. ആ നിമിഷമാണ് നമുക്കത് ലഭിക്കുന്നത്. അതായത് ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുമ്പോൾ എന്നിലുള്ള, എൻ്റെ ഭവനത്തിലുള്ള, എൻ്റെ പുരടത്തിലുള്ള എല്ലാ തിന്മയുടെ അരൂപികൾ വിട്ടുമാറിപ്പോകുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടാകണം. വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട്, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് നാം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പിശാച് നമ്മുടെ നിന്ന് വിട്ടുമാറിപ്പോകും. പിശാച് നമുക്ക് കീഴടങ്ങും. ഇവിടെ കർത്താവിൻ്റെ വചനം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തം വിശ്വാസത്താൽ പിശാചിൻ്റെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് കീഴടങ്ങുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. ആരെ? പിശാചിനെ. പിശാചിനെ ജയിച്ചത് എങ്ങനെയാണെന്ന് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്. വിശുദ്ധന്മാരായ രക്തസാക്ഷികൾ പിശാച് ജയിച്ചത് എങ്ങനെയാണെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും പിശാചിനെ ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ അവർ സ്നേഹിച്ചതുമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതലുണ്ട്.
പൈശാചി ബന്ധനത്തിൽ നിന്നുള്ള വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വീണ്ടും അതിനെ പരിശോധിക്കുമ്പോൾ കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. പിശാചിനെ പരസ്യ കാഴ്ചയാക്കി. എവിടെ? കുരിശിൽ. കുരിശിൽ എന്ന് പറഞ്ഞാൽ കുരിശിലെ യാഗത്താൽ, കുരിശിലെ ബലിയാൽ, ആ ബലിയിലൂടെ യേശു ഒഴുക്കിയ തൻ്റെ രക്തത്താൽ പിശാചിനെ പരസ്യ കാഴ്ചയാക്കി, അതായത് പരാജയപ്പെടുത്തി. നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന, നമ്മോട് മത്സരിക്കുന്ന, നമ്മളെ എതിർക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ ജയിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ രക്തം. ഈ യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തം വിശ്വാസത്താൽ പിശാചിന് മേൽ തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ തിരുമുറിവിൽ, യേശുവിൻ്റെ തിരുരക്തത്തിൽ പിശാചിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം പൈശാചി ശക്തികൾ നിർവീര്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ അനുസരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം പിശാചിനെ ശാസിച്ചിട്ട്, ബന്ധിച്ചിട്ട്, ബഹിഷ്കരിച്ചിട്ട് വിട്ടുമാറി പോകുന്നില്ലെങ്കിൽ ഈ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിൽ, യേശുവിൻ്റെ തിരുരക്ത തുള്ളികളിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഏത് പൈശാചിക ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വെറും വെള്ളമെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ യേശു രക്തമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് പിശാനാൽ ബന്ധിക്കപ്പെട്ട് വ്യക്തി കുടിക്കാൻ കൊടുക്കും. പിശാച് അല്ലാതെ നിലവിളിച്ചുകൊണ്ട് പറയും, എനിക്ക് രക്തം വേണ്ട, രക്തം വേണ്ട, എനിക്ക് വെള്ളം മതി എന്ന് പറഞ്ഞ് അലറി നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇച്ചിരി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന പിശാചിന് യേശുവിൻ്റെ നാമത്തിൽ യേശു രക്തമായി മാറട്ടെ എന്ന് പറഞ്ഞ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ഇത് പിശാച് കേൾക്കുന്നില്ല, അറിയുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈ വെള്ളം യേശു രക്തമായി മാറട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊടുത്ത വെള്ളം കുടിക്കുമ്പോൾ പിശാച് അലറി നിലവിളിച്ചു പറയുന്നു, എനിക്ക് രക്തം വേണ്ട, എനിക്ക് രക്തം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വെള്ളം ചോദിച്ചിട്ട് നീ എനിക്ക് തന്നെ രക്തം തന്നെ ചോദിച്ചിട്ടുണ്ട് പിശാച് അലറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് യേശുവിൻ്റെ രക്തം. കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ മേൽ എല്ലാ പൈശാചിക ശക്തികൾ കീഴടങ്ങും. വചനം പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധമാർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പിശാചിൻ്റെ തലയെ തകർത്തത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലാണ്. ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തത്താലാണ് പിശാചിനെ ജയിച്ചത്. അതുകൊണ്ട് നമുക്കും ഈ രക്തം റോമലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്നും പരസ്യമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ രക്തം പിശാചിനെ ബഹിഷ്കരിക്കുവാൻ, പിശാചിനെ നിർവീര്യമാക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ്. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തം തളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം പിശാച് കീഴടങ്ങും, പിശാച് നിർവീര്യമാകും, പിശാചിൻ്റെ എല്ലാ ശക്തികളും നിർവീര്യമാകും. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പിശാചിനെ ബഹിഷ്കരിക്കുവാൻ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ വലിയ അഭിഷേകത്തോടെ ആ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് കീഴടങ്ങുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, മത്തായി സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന സത്യമുണ്ട്. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുമെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പ്രശ്നം. അതിന് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുമ്പോഴാണ് അവിടെ ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്. ഇപ്പോൾ ദുഷ്ടൻ ആധിപത്യം എടുത്തിരിക്കുന്ന ആധിപത്യങ്ങളെ തകർക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമ്മൾ പിശാചിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ദൈവരാജ്യം സ്ഥാപിതമാകുകയാണ്. പലപ്പോഴും നമ്മൾ ദൈവാത്മാവിനാൽ നിറയപ്പെടാതെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാതെ പിശാചിനെ ബഹിഷ്കരിച്ചാൽ, പിശാചിനെ ശാസിച്ചാൽ ഒരുപക്ഷെ പിശാച് കീഴടങ്ങണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തം തളിച്ച് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് വിജയം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിത്തീരുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അത്ഭുതം പ്രവർത്തിക്കുന്നത് ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, യേശുവിൻ്റെ നാമത്തിലൂടെ, വിശ്വാസത്തിലൂടെ, യേശുവിൻ്റെ രക്തത്തിലൂടെ എല്ലാം പിശാച് കീഴടങ്ങുന്നത്. ഇത് നമ്മൾ ദൈവ ആത്മാവിനിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോഴാണ്, പ്രവർത്തിക്കുമ്പോഴാണ് ഈ പിശാച് യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുന്നത്. പലപ്പോഴും
കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. സെഖ്യോൻ മാളികയിൽ അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ 10-ാം ദിവസം സ്ലീഹന്മാരുടെ മേൽ അഗ്നിനാവുകൾ പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചു. അന്ന് മുതൽ അവർ ആരെ ഭയപ്പെട്ടോ അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അവർ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ തുടങ്ങി. അവർ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ശാസിക്കാൻ തുടങ്ങി, ഭൂതങ്ങളെ പുറത്താക്കാൻ തുടങ്ങി. യേശു ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്കറിയാം, പരിശുദ്ധനായ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയുള്ള വ്യക്തിയായി മാറി. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ എല്ലാവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പത്രോസിനെ നടന്നു പോകുമ്പോൾ പത്രോസ്ലീഹായുടെ നിഴലടിച്ച രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിച്ചു. അതായത് പത്രോസ്ലീഹായുടെ നിഴലടിക്കുക എന്ന് പറഞ്ഞാൽ പത്രോസിനെ നടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ പത്രോസിനെ നടന്നു പോകുമ്പോൾ പത്രോസിലൂടെ കൂടെ നടന്നു പോയിരുന്നു. ആ ദൈവത്തിൻ്റെ മഹത്വം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഇവിടെ വചനം പറയുന്നു, അനേകം രോഗികൾ, അനേകം അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് യേശു പിശാചിനെ പുറത്താക്കിയത്. യേശുവിൻ്റെ ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്, അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവർക്ക് സൗഖ്യം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും നമ്മിലുണ്ടെങ്കിൽ നമുക്കും പിശാചിനെ ജയിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് കഴിയും. വീണ്ടും അവസാനമായിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പിശാചിനെ ജയിക്കാൻ നമുക്ക് സാധിക്കുന്നത്, പിശാചിനെ നിർവീര്യമാക്കാൻ സാധിക്കുന്നത്? അവസാനമായി നാം ശ്രദ്ധിക്കുക, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനെ ശാസിക്കുവാൻ, ബഹിഷ്കരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. അതായത് ദൈവം പിശാച് നൽകിയൊരു ശത്രുവാണ് പരിശുദ്ധ അമ്മ. ഇന്ന് പലപ്പോഴും പരിശുദ്ധ അമ്മയെ വെറുക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ആരാണ് പരിശുദ്ധ അമ്മയെ വെറുക്കുന്നവർ എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. പിശാചാണ് പരിശുദ്ധ അമ്മയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. കാരണം പിശാചിൻ്റെ ശത്രുവാണ് പരിശുദ്ധ അമ്മ, ദൈവമാതാവ്. ഇത് കർത്താവിൻ്റെ വചനം പറയുന്നൊരു സത്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. അവിടെ കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? ദൈവം പിശാചിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചിന്റെ മുഖത്ത് നോക്കി ദൈവം ഒരു ശത്രുവിനെ നൽകി. ആരാണ് ശത്രു? വചനം പറയുന്നു, സ്ത്രീ. ആരാണ് സ്ത്രീ? യേശുവിൻ്റെ പരിശുശ്രൂഷ കാലത്തും യേശുവിൻ്റെ പരിശുദ്ധയുടെ അവസാനത്തിലും ആരംഭത്തിലും ഈ സ്ത്രീയെ കർത്താവ് വെളിപ്പെടുന്നുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയെ യേശു വിളിക്കുന്ന പേരാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്. അവിടെ പരിശുദ്ധ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം ഇത് ലോകത്തിനൊരു വെളിപ്പെടുത്തലാണ്. ഈ സ്ത്രീ ആരാണ്? ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചിന്റെ മുഖത്ത് നോക്കി ദൈവം കൽപ്പിച്ച, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞ ആ സ്ത്രീയാണ് ഈ സ്ത്രീ. വീണ്ടും കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ പരിശുദ്ധ അവസാന നിമിഷങ്ങളിൽ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയാണ് ഈ സ്ത്രീ ഈ പരിശുദ്ധ ദൈവമാതാവാണെന്ന്. സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ആരാണ്? ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് ദൈവം പറഞ്ഞ ആ സ്ത്രീയാണ് ഈ സ്ത്രീ. അതുകൊണ്ട് നാം തിരിച്ചറിയണം, പിശാചിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള, പിശാചിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവാണ്. ആരെങ്കിലും പരിശുദ്ധ അമ്മയെ വെറുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, അത് പിശാച് ഉള്ളിലുള്ളത് കൊണ്ടാണ്. പിശാച് ഉള്ളിലുള്ള വ്യക്തിയാണ് വെറുപ്പുണ്ടാകുന്നത്, മറ്റുള്ളവർ വെറുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് എന്തെങ്കിലും വെറുപ്പോ കയ്പോ ഹൃദയത്തിനുണ്ടെങ്കിൽ തിരിച്ചറിയുക, അത് പിശാചിൻ്റെ ആധിപത്യമാണ്. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങും. ഞാൻ കണ്ടിട്ടുണ്ട്, കൃപ നിറഞ്ഞ മറിവെന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ പിശാച് ചെവി പൊത്തിപ്പിടിച്ച് എനിക്ക് കേൾക്കണ്ട കേൾക്കണ്ട എന്ന് പറഞ്ഞ് അലറ് നിലവിളിക്കും. ചിലപ്പോൾ പിശാച് അലറ് നിലവിളിച്ച് വിളിക്കും, നിങ്ങൾ എന്തിനാ അവളെ വിളിക്കുന്നത്, എനിക്ക് അവളെ കാണണ്ട കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവി പൊത്തിപ്പിടിക്കും. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. അങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവവചനപ്രകാരം
ദൈവവചന പ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ, പിശാചിന് മേൽ അധികാരമുള്ള നാം ദൈവവചന പ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പിശാച് യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങും. പിശാച് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകും. പിശാചിൻ്റെ ആധിപത്യങ്ങളെ ജയിക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകുകയാണ്. പിശാചിനെ എതിർത്ത് നിൽപ്പിൻ, അവൻ നമ്മെ വിട്ടുമാറിപ്പോകും. പിശാചിനെ എതിർത്ത് നിൽപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം കണ്ടു. പിശാചിനെ ബഹിഷ്കരിക്കാം, നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം, വീണ്ടും ദൈവവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നത് വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ രക്തം അവകാശമായി പ്രാർത്ഥിക്കണം, വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നമ്മെ വിട്ടുമാറിപ്പോകും. പിശാച് യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങും, വിട്ടുമാറിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾക്കെതിരായി മത്സരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളെ, അന്ധകാര ശക്തിയുടെ കർത്തൃത്വങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, വിശ്വാസത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതിയുടെ മധ്യസ്ഥതയാൽ പിശാചിനെ, അവൻ്റെ ആധിപത്യങ്ങൾ, അന്ധകാര ശക്തി കർത്തൃത്വങ്ങളെ ഞങ്ങൾക്കെതിരായി, ഞങ്ങളുടെ കുടുംബത്തിനെതിരായി, ഭവനത്തിനെതിരായി, പുരയിടത്തിനെതിരായി, ഞങ്ങൾക്കുള്ള സകലത്തിനും എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബഹിഷ്കരിക്കാനുള്ള കൃപയും ശക്തി അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. Maria.